ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്റ്റീഫന്റെ വീടല്ലേ? അതെ സിസ്റ്റർ. വാ അകത്തോട്ടിരിക്കാം. വാ ഇരിക്കേ സിസ്റ്ററെ. കുറച്ച് വെള്ളം. തരാവേ. ഞാൻ ഇച്ചിരി കാപ്പി എടുക്കാം. ഇരിക്കും. സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അറിയായിരുന്നോ സിസ്റ്ററെ? എന്താ? സ്റ്റീഫൻ ഞങ്ങളുടെ പള്ളിയിൽ അനാഥാലയത്തിൽ സംഭാവന ചെയ്യാറുണ്ടായിരുന്നു. ഓ, അങ്ങേരെ ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ കൊടുത്തു തീർത്ത എല്ലായിടത്തും. സ്റ്റീഫന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും വരുമ്പം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെയും പിന്നെ കുറച്ച് പണവും കൊണ്ടുവരും. മരിച്ചറിഞ്ഞ് വന്നായിരിക്കും അല്ലയോ? എന്നാ പറ്റിയേ? ഓ, ഒന്നും പറയണ്ട. പോലീസുകാര് വിളിച്ചിറക്കി കൊണ്ടുപോയതാ. പിന്നെ വന്നില്ല. സാധാരണ മരണമെന്നൊക്കെയാ സാറുമാര് പറഞ്ഞു. ആർക്കറിയാ? അങ്ങനെ അസുഖം വല്ലതും ഉണ്ടായിരുന്നു? ഓ, ഒരു അസുഖവും ഇല്ലായിരുന്നു. എവിടെയാ അടക്കിയ? കല്ലറയില്. ഇവിടുത്തെ പള്ളിയിലാ. ഇതാരാ? എന്റെ ആങ്ങളെയാ. സ്റ്റീഫൻ ജോലിക്ക് വേണ്ടി ഒത്തിരി യാത്രകളൊക്കെ ചെയ്തിരുന്നോ? ഓ, ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. എങ്ങോട്ടാ പൊക്കോണ്ടിരുന്നത്? ഇതൊക്കെ അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അറിയണമല്ലോ. കന്യാസ്ത്രീമാരോട് അങ്ങനെയൊന്നും പറയല്ലേ. ദൈവകോപം ഉണ്ടാവും കേട്ടോ. അവസാനമായിട്ട് തെന്മലപ്പള്ളി പോയ കാര്യം പറഞ്ഞായിരുന്നു. അവിടുന്ന് വന്നിട്ട് വലിയ സന്തോഷത്തിലായിരുന്നു. സിസ്റ്ററിന്റെ പള്ളിയാണോ അത്? അല്ല, ആരും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആണോ? എന്തോ സാറേ, ഇതെന്തോ ഇപ്പോ? എല്ലാവരും നന്നായിട്ട് അടിച്ചു പറയിക്കും. ഒന്ന് കൊണ്ടുപോകല്ലേ? മണിയില്ലേ? അവിടെ ഇല്ലെന്നേ സാറേ. ഏതെങ്കിലും കൊടംപുളിയാ? ഇതെന്തോ ഈ കാണിക്കുന്നേ? അയ്യോ സാറേ, അങ്ങേരിപ്പോ അങ്ങനെയൊന്നും പോകത്തില്ലായിരുന്നു. എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു സാറേ. അങ്ങേര് മരിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കിട്ടിയ കാർഡാ സാറേ. ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് പ്രാർത്ഥനയാ. ഭക്തിമാർഗമായിരുന്നല്ലേ? ആണ് സാറേ. മനസ്സിലായി. ആണ്ട് എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്നു സാറേ. ഞാൻ പറഞ്ഞില്ല അങ്ങേര് ഇവിടെ ഒന്നും വെക്കാറില്ല. അങ്ങനെയല്ല, അതല്ല സാറേ. സാറേ പാവം മരിച്ചു പോയില്ല സാറേ. ഇട്ടേക്ക് സാറേ. പാവം മനുഷ്യൻ. വിവരം അറിഞ്ഞിട്ട് ഒരുപാട് പേര് വന്നായിരുന്നു സാറേ. അങ്ങേരുടെ കുറെ കൂട്ടുകാര്, പിന്നെ നാട്ടുകാര്, പിന്നെ പള്ളിയിൽ നിന്ന് വന്നു ഒരു കന്യാസ്ത്രീ. അത് ഞാൻ ഈ പള്ളിയില് അനാഥാലയങ്ങൾക്കൊക്കെ കാശ് കൊടുക്കായിരുന്നേ. പിന്നെ വാർഡ് മെമ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
ഇനിയിപ്പം മന്ത്രിയോ ബിഷപ്പോ ആരാണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ കള്ളനായിരുന്നെങ്കിൽ അങ്ങേരെ ഒരു നല്ല ആളായിരുന്നു സാറേ. നല്ലൊരാളായിരുന്നല്ലേ? നല്ലൊരാളെ കണ്ടാ പറയണം കേട്ടോ, അറസ്റ്റ് ചെയ്യാനാ. മാമ, ഇത് ഞങ്ങളുടെ ക്ലാസ് ഫോട്ടോയാ. അടുത്ത ആഴ്ച ഞങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേയാ. ഞാനൊരു സ്കിറ്റിലുണ്ട്, കാണാൻ വരുമോ? നീയല്ലേ ഇത്? ആ. പായസം എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നൂടെടോ. നല്ല തിരക്കാണ്. ഞാനിപ്പോൾ അന്വേഷിക്കുന്ന കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. നിനക്കൊരു കല്യാണാലോചനയൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. നിന്നെപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഉമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. ആ അതെ, നീ തിരുത്തി പിടിക്കേണ്ട സമയമുണ്ട്. അതെ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതിനൊരു തീരുമാനം പറഞ്ഞിട്ട് ഫോൺ എടുക്കടോ. ഹലോ, സെർച്ച് കഴിഞ്ഞോ? അവിടെ നിന്നൊന്നും കിട്ടിയില്ല സാർ. അയാളെ കിട്ടുന്നൊന്നും വീട്ടിൽ വെക്കാറില്ല. നാട്ടുകാർ പറയുന്ന തുരുത്തിലായൊക്കെ ഒരു സ്ഥിരം സ്ഥലമുണ്ടെന്നാ. പോസ്റ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. കോൾ റെക്കോർഡ്സ് എല്ലാം ക്ലീൻ ആണ്. പോസ്റ്റ് കാർഡ്സ് എല്ലാം അനലൈസ് ചെയ്യണം. ഓക്കെ സാർ. അതുപോലെ മരണം കഴിഞ്ഞിട്ട് അവിടെ വലിയ വലിയ ആൾക്കാർ വന്നെന്ന് പുള്ളിക്കാരത്തി തള്ളി. അയാളുടെ ഭാര്യയെ കന്യാസ്ത്രീ മെമ്പറൊക്കെ വന്നെന്നാ പറഞ്ഞേ. സ്റ്റീഫന്റെ വീട്ടിൽ ഒരു സർവൈലൻസ് അറേഞ്ച് ചെയ്ത് തരാം. ചെയ്യാം സാർ. എന്റെ ഒരു ഭയങ്കര സിഗരറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവന്മാർ കൊണ്ടുപോയി. കാണിച്ചു വെച്ചേച്ച് പോയിട്ടുണ്ടെങ്കില് മനുഷ്യൻ പോണുണ്ട്. ചേച്ചി ആ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുവാടാ? ആളിയൻ എന്തേലും പറഞ്ഞായിരുന്നു? ഇല്ലെന്നേ, നിനക്കറിയത്തില്ലേ, അങ്ങേരെ എന്നോടൊന്നും പറയത്തില്ലെന്ന്. ഞാൻ അവരോട് പറഞ്ഞാൽ മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്നാലും ഇത് അളിയൻ എങ്ങോട്ടാ മാറ്റിയത്? 1-2 സഞ്ചി ഉണ്ടായിരുന്നേ, എനിക്ക് ഉറപ്പാ. ആണോ? പിന്നല്ലേ. മാത്രമല്ല ആ ഒരു പെണ്ണ് തുരുത്തി കൂടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ആ അങ്ങനെ പറ. ആ കന്യാസ്ത്രീ എന്തോ ഒരു വശപ്പശക്ക് ഇല്ലായിരുന്നു അവർക്ക്. ഒന്നാന്തരം ഉടായിപ്പല്ലയോ, എന്നാ ഓട്ടോ അവരാ വഴി കിടന്നോടിയത്. ആ അതന്നെ, പോലീസിനെ കണ്ടപ്പോഴേ അവര് മുങ്ങി. ആ നീയും എന്നുവെച്ചാ ഞാൻ വെറുതെ അമ്മയുടെ മുമ്പിലോട്ട് പോയി ചാടി കൊടുക്കണ്ടല്ലോന്ന് ഓർത്താ. അതെ, ആ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തുവാടാ? ഞാൻ ഒന്ന് കറങ്ങി വെച്ച് കുറച്ച് പൈസ എങ്ങനെ? നമസ്കാരം സർ. കാണാം സർ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശരി സർ. സാറേ, ആ മാനേജറുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു, പിന്നെ കുറച്ച് നാട്ടുകാരുടെ. SP ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ, അപ്പോൾ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം സാറേ. പിന്നെ പെൺപിള്ളേർ 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരാളോട് വരാൻ പറയും. ശരി സാർ. സാർ, ആനി രാവിലെ കടയിലേക്ക് കയറിയായിരുന്നു. ഇല്ല സാറേ, അതിനു മുന്നേ ആൾക്കാരൊക്കെ അകത്തോട്ട് കയറി. പിന്നെ മെമ്പർ വന്ന് കാര്യം പറഞ്ഞു. സാറേ, ഇതിന് എന്നാ നമുക്കൊന്ന്... ഇന്നലത്തെ ദിവസം ഇവിടെ എന്തൊക്കെ ചെയ്തു? സാറേ, ഇന്നലെ ടൈലിൻ്റെ പണിയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഈ ആഴ്ച കട തുറക്കായിരുന്നതാ. പിന്നെ ഞങ്ങളും കൂടെ ടൈലിൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്നത്. ടൈൽ പണിയൊക്കെ അറിയോ? പഠിച്ചതാ സാറേ, ചെലവ് ഭയങ്കര കൂടുതലാണ്. ബാക്കി ദിവസം എന്തൊക്കെ ചെയ്തു? സാറേ, ഇന്നലെ സുമിയുടെ കല്യാണ നിശ്ചയമായിരുന്നു. അപ്പോൾ പോയിട്ട് സുമിക്കും അമ്മയ്ക്കും മേക്കപ്പ് ചെയ്തു. രാത്രി വരെ അവിടെ തന്നെയായിരുന്നു. അന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? പതിവ് പോലെ ഉച്ചയ്ക്ക് ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരു 4 മണിയായപ്പോൾ കടപൂട്ടി വീട്ടിൽ പോയി. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് സുമിയുടെ വീട്ടിൽ പോയത്. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടോ? പതിവ് പോലെ കിടന്നുറങ്ങി. കിടന്നുറങ്ങിയല്ലേ? ആനി ഒരു പാർലറിൽ വർക്ക് ചെയ്തിരുന്നല്ലേ? പിന്നെന്ത് പറ്റി ഇവിടെ ഒന്ന് സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങാൻ? സാർ, എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
പിന്നെ ഇവിടെ അടുത്തൊന്നും വേറെ പാർലറും ഇല്ല. ഓഹോ. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ബാങ്ക് സ്റ്റാഫ് സെൻസർ ഓൺ ചെയ്തു, ബാങ്ക് പൂട്ടി. ഞായറാഴ്ച രാവിലെ നിങ്ങൾ കട തുറന്നു, പണി തുടങ്ങി. അന്ന് ഉച്ചയ്ക്ക് ബാങ്ക് മാനേജർ ബാങ്കിൽ വന്നു. വൈകിട്ട് 4 മണിയായപ്പോൾ നിങ്ങൾ കട പൂട്ടി അല്ലേ? ചായക്കട പൂട്ടുന്നവരെ കറിയൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നു. തിങ്കളാഴ്ച രാവിലെ മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. അപ്പോൾ മോഷണം അപ്പോഴേക്കും നടന്നിട്ടുണ്ടാവുക. രാത്രി ആയിരിക്കില്ലേ സാർ? നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇവിടെ തന്നെ നിൽക്കാം, അതാ സേഫ്. പിന്നെ ഷോപ്പ് തുറക്കാൻ പറ്റില്ലെന്നാകുമ്പം പോവാം. അത്ര എളുപ്പമല്ല. കുറച്ചു കാലം നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും രണ്ടാളും. ഇതുവരെ നമ്മുടെ പ്ലാൻ പ്രകാരം എല്ലാം നടന്നേ. എന്തെങ്കിലും ഒരു തുമ്പ് ചിലപ്പോൾ അവിടെ ഉണ്ടാവും, സൂക്ഷിക്കണം. ഇതിന് അത്ര മാർക്കറ്റ് വലിയൊന്നും ഉണ്ടാവില്ല. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്, നല്ലവനാ, പറ്റിക്കല. ഇത് വിറ്റ് കിട്ടുന്ന ആദ്യത്തെ പങ്ക് നമ്മൾ ബേസിലിന് കൊടുക്കണം. അതൊക്കെ അപ്പ പറയണ പോലെ. പിന്നെ ഇതെല്ലാം കൂടെ എൻ്റെ തുരുത്തിൽ വെട്ടി കൊണ്ടുവയ്ക്കാം. അവിടെ സേഫ്, ആരും വരില്ല. എത്ര കഴുകിയിട്ട് മോശം പോണില്ലല്ലോ. നിങ്ങളിങ്ങനെ ഡസ്റ്റ് പഠിച്ച് നിൽക്കല്ലേ, എന്തെങ്കിലും കഴിക്കാം. വാ, ഒരുമിച്ച് കഴിക്കാം. വാ. വാ മക്കളെ, ഇരിക്കും. രാവിലെ മോനെ ഒന്നും കഴിക്കാതിരിക്കില്ലേ? എടാ മോനെ മനു, കഴിക്കാൻ പൊറോട്ടയും കറി കൊടുത്തേ. ഇപ്പൊ കൊടുക്കാം. അല്ല, ഈ കേസും ബുക്കാറൊക്കെ തീർന്ന് നിന്ന് കട തുറക്കാൻ പറ്റും? അറിയില്ല ഏട്ടാ. എടാ മനുവേ, നീ പുറത്തേക്ക് നോക്കൊക്കെ എന്താ വേണ്ടെന്ന് ചോദിച്ചു നോക്ക് കേട്ടോ. ചെല്ല് മക്കളെ. നിങ്ങളിപ്പോൾ ഒന്നിനെ കുറിച്ച് പുറത്ത് മനസ്സിലാക്കിയൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങളൊക്കെ ഇല്ല നിങ്ങളുടെ കൂടെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നേ. പിന്നല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ട്. ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ കഴിക്കും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇപ്പൊ ആരകത്തെ കയറ്റി വിടണ്ട. സാർ, എൻട്രി എക്സിറ്റ് ഒരേ വഴി കൂടിയാണ്. ഓഹോ സാർ, പിന്നെ കോൺക്രീറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു ബ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു. അവർ ഈ ആഴ്ച തുടങ്ങേണ്ടതാണ്. ഓഹോ. എനി എവിഡൻസ്? സാർ, സോളിഡ് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. നടന്ന ടൈം? സം ടൈം ബിറ്റ്വീൻ 11 and 4 AM. ഇവിടെ അടുത്ത് വലിയൊരു വീട്ടിൽ എന്തോ ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഏതായാലും ഇതേ രീതിയിൽ മോഷണം നടത്തുന്നവരെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. സാർ. എമ്മോ കോൺവിക്സ്, പ്രത്യേകിച്ച് ഈ അടുത്ത് റിലീസായവർ. സാർ. ആൻഡ് വാട്ട് അബൌട്ട് ദ ലൂട്ട്? സാർ, ബാങ്കിൽ 70 ലോക്കറുള്ള ഒരു സേഫ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാം പൊളിച്ചിട്ടുണ്ട്. ആ റൂമിനകത്തുള്ള മറ്റു 2 സേഫ് തൊട്ടിട്ടില്ല. പിന്നെ ലോക്കറായതുകൊണ്ട് ചെറിയൊരു പ്രശ്നമാണ് സാർ. എന്ത് പ്രശ്നം? കാര്യം ബാങ്കിന് അറിഞ്ഞുകൂടല്ലോ ലോക്കറിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഓർമ്മ കാണണമെന്നില്ലല്ലോ സാർ. ഏകദേശം 26 കിലോ സ്വർണം, കുറച്ച് ഡയമണ്ട്, ഒരു 3.5 ലക്ഷം വരെ ക്യാഷ്, പിന്നെ കുറച്ച് ഫോറിൻ കറൻസി. കള്ളി പോകുന്നല്ലേ. ഇറങ്ങി 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 വന്നോണ്ടിരിക്കാം. ഓക്കെ. See, it's a grave situation. Sir. We have to find out who did this as soon as possible. Yes, sir. You make an investigation team and you give me the list tonight itself. Sir. Okay? നമുക്കിത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. All right? Okay, sir.
ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? ആരെങ്കിലും കണ്ടോ? അറിയില്ല. ആ ആന ചേച്ചി തരാനുള്ള കാശ് തന്നു. ഏത് കാശ്? അവർക്ക് വേണ്ടി കുറെ പണിയെടുത്തല്ലേ. ഇപ്പൊ കടയൊക്കെ കേസിലാന്നാ കേട്ടെ. ഇതൊക്കെ കിട്ടുവോ? അത് കിട്ടിയായിരുന്നു.